ഈ ഒരു മൊമെന്റിലൂടെ നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നും. അതിന് കാരണക്കാരായ മെയിൻ ആളെ എവിടെ ഇരിപ്പുണ്ട്, പ്രൊഡ്യൂസർ മിസ്റ്റർ ജോബി പീസ. അതിൻ്റെ നമ്മുടെ സിനിമയുടെ തിരക്കഥാകൃത്താണ് ദിനിൽ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മളുടെ എല്ലാം സണ്ണി ചേച്ചി, യുനോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക ആരാധിക്കുകയും സണ്ണി ഇവിടെ ഉണ്ട്. സോ സിനിമയെ പറ്റി ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ ആദ്യം പറയാം, അതിനുശേഷം എല്ലാവർക്കും സംസാരിക്കാനുള്ള സ്പേസ് കിട്ടുമായിരിക്കും. കാരണം എൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല, നിങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് ഇവരെയൊക്കെ തന്നെയാണ്. സോ നമ്മുടെ സിനിമയുടെ പേര് പേട്ടറാപ്പ് എന്നാണ്. എൻ്റെ പേര് SJ സിനു എന്നാണ് ടൈറ്റിൽ. പ്രൊഡ്യൂസർ ജോബി പീസ, സ്ക്രിപ്റ്റ് റൈറ്റർ ദിനിൽ P കരുണാകരൻ. എൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജിത്തു ദാമോദറാണ്. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫാണ്. അങ്ങനെ ഒരു അത്യാവശ്യം നല്ല ടെക്നിക്കൽ സൈഡ് സപ്പോർട്ടുള്ള ഒരു നല്ല സിനിമയായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് ഇതിൻ്റെ പ്രൊഡ്യൂസർ ജോബിയോട് തന്നെയാണ്. കാരണം എന്നെ പോലത്തെ ഒരാളെ വിശ്വസിച്ചിട്ട് ഇത്രയും പൈസ മുടക്കി ഇത്രയും ഇങ്ങനെ സിനിമ നിർമ്മിക്കാൻ മുന്നോട്ട് വന്ന ആ പില്ലർ ഓഫ് സപ്പോർട്ട് മിസ്റ്റർ ജോബിക്ക് ഞാൻ ആദ്യം നന്ദി പറയാണ്. സോ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഇല്ല, നമ്മുടെ ഈ കൂടിക്കാഴ്ചകളെല്ലാം ഒന്നുമില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ജോബി പീസ. ദെൻ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സോൺ പിക്ചറാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് വർക്കാകുന്ന ടൈപ്പുള്ള യങ്സ്റ്റേഴ്സിന് വർക്കാകുന്ന ടൈപ്പുള്ള പ്രഭുദേവ മാസ്റ്ററിൻ്റെ കറക്റ്റ് ഒരു ജോണർ മൂവിയാണ്. എനിക്കൊന്ന് കാലങ്ങൾക്ക് ശേഷം ഒരു 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു പടം വരാൻ സാധ്യത. കാരണം 10 പാട്ടുകളുള്ള ഒരു സിനിമയാണ്. പേട്ടാറാപ്പ് എന്ന പേര് പറയുന്ന പോലെ തന്നെ പഴയ കാതലൻ സിനിമയിലെ പേട്ടറാപ്പ് പാട്ട് ഉൾപ്പെടെയാണ് ഈ സിനിമ റിലീസാകുന്നത്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഓണം കഴിഞ്ഞിട്ടുള്ള വീക്കിൽ വരുന്ന ഈ സിനിമ ഒരു ഫൺ ട്രാവലായി കുട്ടികൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഫാമിലിയോട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി മ്യൂസിക്കൽ ഡാൻസ് കോംബോ പാക്കുള്ള ഒരു പടമാണ്. അതിനകത്ത് സർപ്രൈസിങ് ആയി സണ്ണിയുണ്ട്. എൻ്റെ ഹീറോയിൻ വെച്ചിരിക്കുന്ന വേദികയാണ്. വേദികയ്ക്ക് ഇന്നൊരു ഷൂട്ടിംഗ് തിരക്കുള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പം വേദികയാണ് എൻ്റെ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആ കുട്ടി വളരെ നല്ലൊരു വേഷമാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മളുടെ ഷാജോൺ ചേട്ടനുണ്ട്, കലാഭവൻ ഷാജോൺ ചേട്ടൻ. അദ്ദേഹം ഇതിനകത്ത് അതിഗംഭീരമായ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴിലുള്ള വിവേക് പ്രസന്ന, ഭഗവതി പെരുമാൾ, രമേശ് തിലക്, മയൻ ഗോപി, അങ്ങനെ സീനിയറായ കുറേ ആർട്ടിസ്റ്റുകളുള്ള അത്യാവശ്യം നല്ല മൂവ്മെൻറ്റിൽ ഫാസ്റ്റിൽ പോകുന്ന ഒരു 2 മണിക്കൂർ പടമാണ് പേട്ടറാപ്പ്. ഒരുപാട് പ്രതീക്ഷകളില്ലാതെ വളരെ രസമായിട്ട് കണ്ടിരിക്കുക. മാസ്റ്ററിൻ്റെ എനിക്ക് തോന്നുന്നൊരു നല്ല 2-3 ഡാൻസ് നമ്പറുള്ള സിനിമയാണ്. വൈബ്രൻ്റായ ഡാൻസ് നമ്പറുള്ളതാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് എഴുതി എന്നെ ഉയർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും സിനിമ പോയി കാണണം. സിനിമ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ടെന്ന്. സോ 27-നാണ് സിനിമയുടെ റിലീസ്. ഇത്രയൊക്കെയാണ് എനിക്ക് ജനറലായിട്ട് പറയാൻ പറ്റുക. കാരണം ഒരുപാട് പറയണം, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായതുകൊണ്ട് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് സംസാരിക്കുന്നതിന്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് ചാറ്റിൽ പറയാം. ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്യൂ വേർഡ്സിന് ഫസ്റ്റ് പ്രഭുദേവ മാസ്റ്റർക്ക് തന്നെ കൊടുക്കുന്നേക്കും. സോറി, ഒരാളെ മിസ്സായിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ഏറ്റവും, അതായത് പില്ലർ ഓഫ് സപ്പോർട്ട് ഏറ്റവും നന്ദിക്കുന്ന ഡി മെനാണ്. അദ്ദേഹമാണ് എൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. എക്സെപ്ഷണൽ ജോബാണ് ചെയ്തിരിക്കുന്നത്, പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇപ്പം നിങ്ങൾ കേട്ട 2 പാട്ടുകളുണ്ട്. ഇനി റിലീസാകുന്ന ഒരു 6 പാട്ടുകളുണ്ട്. എല്ലാ സോങ്ങുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. സോ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, ഇത് ഈ ഒരു തിരക്കിനിടയ്ക്ക് വിട്ടുപോയിരുന്നു. സോ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു 50% ഇല്ല. മ്യൂസിക്കൽ ഡാൻസ് കോംബോ അത്ര ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഡി മാൻ. സോ ഈ സമയത്ത് എനിക്ക് ഇമ്മാൻ സാറിനോടും ഒരുപാട് നന്ദിയും സ്നേഹവും മാത്രം പറയാനുള്ളൂ. ഓക്കെ മിസ്റ്റർ. எல்லாருக்கும் வணக்கம். ஹாப்பி ஓணம் டு ஆல். அட்வான்ஸ் ஹாப்பி ஓணம். உங்களை எல்லாரையும் பார்க்கறது ரொம்ப சந்தோஷமாக இருக்குது. பேட்டர் படத்துக்காக இங்கே உட்காந்துருக்கோம். தேங்க்ஸ் டு சீனு அண்ட் யோகி, பிகாஸ் them only I'm here. We'll go on. Okay? Hello. How are you? All right. First of all, happy Onam, and thank you everybody for coming out. And I really hope that you love the song that I am in, which is called "What You Say There." And it's my first time performing with producer, and
think you guys are going to be blown away by what we've created, and I hope you enjoy. Love you. ഇതിന്റെ Smile, everybody. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദിലീൽ. ഞാൻ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ജോബി ചേട്ടൻ്റെയും സിനിച്ചേൻ്റെയും കൂടെ ഇതിൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. വാസ്തവത്തിൽ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ നെർവസായി. ഞാനും എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് കേരളാമോദി ദിനപത്രത്തിൻ്റെ റിപ്പോർട്ടറായിട്ടാണ്. എങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മാധ്യമപ്രവർത്തകരെ വിളിച്ച് കാണുന്നത്. എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷം. നന്ദി. എല്ലാവർക്കും നമസ്കാരം. അഡ്വാൻസ് ആയിട്ടുള്ള ഹാപ്പി ഓണം. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് പെടറാബ്. തമിഴിൽ ഫസ്റ്റ് സിനിമയാണ്. എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ കോളേജിൽ ഒന്നിച്ചു പഠിച്ച സുഹൃത്ത് ബന്ധമാണ് ഞാനും ഇതിൻ്റെ ഡയറക്ടർ സിനുമായിട്ടുള്ളത്. അപ്പോൾ സിനു അങ്ങനെ ഫസ്റ്റ് തമിഴ് സിനിമയാണ് സിനു ഡയറക്റ്റ് ചെയ്യുന്നത്. നല്ലൊരു സിനിമ ആകും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അതേപോലെ ഈ സിനിമയിൽ ക്യാരക്ടർ ചെയ്യുന്ന പ്രഭുദേവ് സാറാണ്. തമിഴിലെ എല്ലാവരും ഞങ്ങളോട് ആദ്യമായിട്ടാണ്. അതേപോലെ സണ്ണി മേഡമോൾ ഈ ദിനിൽ എൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണ്. അങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഒരു ടീമായിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്തത് ഈ സിനിമ. അങ്ങനെ നല്ലൊരു സിനിമ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും എന്ന് വെച്ചാൽ പലരുണ്ട്, പല വേൾഡ് വൈഡാണ് സിനിമ റിലീസ് ചെയ്യുന്നത്, പല ലാംഗ്വേജിൽ. അപ്പം ആ കാര്യത്തിലും അഭിമാനിക്കാം. കാരണം ഒരു മലയാളിയായിട്ടുള്ള ഞങ്ങൾ 3 പേരാണ്, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, പ്രൊഡ്യൂസർ. ഈ 3 പേരും കൂടെ ചേർന്ന് ഒരു തമിഴ് സിനിമ മലയാളത്തിൽ നിന്ന് ആളുകൾ പോയി ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പിന്നെ ഇപ്പം പല വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖലകളിൽ ഇപ്പം എനിക്കതിനകത്തിൽ പൂർണ്ണമായും ഉറപ്പുണ്ട്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ക്രൂസിന് എല്ലാം നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് തന്നെയാണ് ഈ ബ്ലൂ ഹിൽ ഫിലിംസ് എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി. അത് എല്ലാ ക്രൂസിനെയും ഞങ്ങൾ ഒരേപോലെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഈ കമ്പനിക്കുണ്ട്. അത് ശരിക്കും ഒരു ക്രിഞ്ച് ഡയലോഗ് ഞാൻ പറഞ്ഞത്. ആക്ടർ ഡിമാൻഡ്സ് ക്യാരക്ടർ ഡിമാൻഡ്സ് ആക്ടർ എന്നാണ് എപ്പോഴും കേട്ടത്. നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തിരുന്നു. അല്ലാതെ നമ്മൾ ആ സമയത്ത് സണ്ണി അല്ലെങ്കിൽ അതുപോലത്തെ ഒരാള് നമ്മൾ ഫോഴ്സ്ഫുള്ളി പോസ്റ്റ് ചെയ്തതല്ല. ആ ഒരു പൊസിഷനിൽ ഇങ്ങനത്തെ ഒരാൾ നമുക്ക് വേണ്ടിയിരുന്നു. അത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല നമ്മൾ പേർപ്പസ്ഫുള്ളി ബഡ്ജറ്റ് അല്ലെങ്കിൽ സണ്ണി ലിയോൺ വന്നാൽ പടത്തിന് കുറച്ച് പ്രൊമോഷൻ കിട്ടും, അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല. ഇറ്റ്സ് വെരി റിയലിസ്റ്റിക് ഫീൽ എനിക്ക് തോന്നും ആ സബ്ജക്റ്റ് കാണുമ്പോൾ. താങ്ക് യു. പടം മ്യൂസിക്കൽ റൊമാൻറ്റിക് ആക്ഷൻ ആണ്. പടം ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആക്ഷൻ അല്ല. റാപ്പ് മിക്സ് ഉള്ള ഒരു 5-6 ഫൈറ്റോളം പടത്തിനുണ്ട്. പക്ഷെ അതൊരു ഫൺ ഫൈറ്റ്സ് ആണ്. മാസ്റ്ററുടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഒരു അറിയാം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതും എല്ലാ തരം ഇങ്ങനെ കുട്ടികൾക്ക് പോലെ ആ ഫൈറ്റ് കണ്ടാൽ ഇഷ്ടപ്പെടും. പിന്നെ എങ്കിൽ മാസാണ് ഫൈറ്റ്, കളർഫുൾ ആണ്, ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതായത് ഈ പടത്തിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഡിമാൻഡ് ചെയ്യുക അതിനുള്ള കൃത്യമായി നമ്മൾ സോഴ്സ് ചെയ്തിട്ട് തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അയ്യോ, ഞാനൊരു മലയാളിയായിട്ട് മാത്രം എൻ്റെ ഒരു ആഗ്രഹത്തിൽ വിളിച്ചിട്ട് വന്ന നമ്മളിവിടെ അല്ലേ ജീവിക്കുക. ഞാൻ കൊച്ചിക്കാരനാണ്. ഞാൻ 10-15 വർഷം ഇവിടെയാണ് ജീവിക്കുന്നത്. പിന്നെ ഞാനിവിടെയൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങളെയൊക്കെ അറിയിക്കുന്നേ. ഞാൻ അവിടെ പോയി കിടന്ന് എന്നെ അവിടെ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ എനിക്ക് നിങ്ങളെ ഇവിടെ അറിയുന്ന പോലെ ഇത്രയും സന്തോഷമുള്ള ഒരു മേഖല ഇപ്പം നിങ്ങളിപ്പോൾ ചെന്നൈയിലെ പ്രസ് മീറ്റ് ഉണ്ട്, എനിക്ക് 19th. ഇതിൻ്റെ ഒരു ഡബിൾ വരും. ഈ കോൺഫിഡൻസ് ഞാൻ അവിടെ ഇരിക്കുന്നില്ല. ബിക്കോസ് അവർ തമിഴിലായിരിക്കും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. തമിഴ് നന്നായി പറയണം ഫസ്റ്റ് ഓഫ് ഓൾ. നിങ്ങളുടെ മുന്നിൽ എനിക്ക് കിട്ടുന്ന ഈ കോൺഫിഡൻസ് വേറെ ലെവലാണ്. നിങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. താങ്ക് യു.
இல்லை அப்படியெல்லாம் நான் டாஸ்க் கொடுக்கல. ஃபர்ஸ்ட் ஆஃப் ஆல் அந்த டைட்டில் சொன்னோன்னே நான் நினச்சேன், பரவாயில்ல இவ்வளோ நாள் எப்படி விட்டு வச்சாங்க இந்த டைட்டில், நல்லா இருக்குது இந்த டைட்டில் அப்படின்னு. அப்படி தான் இருந்துச்சு. அப்படிதான் நான் கேட்டேன், எப்படிங்க பிடிச்சிங்க இந்த டைட்டில்? இல்லை எங்கள் மைண்ட்லேயே இல்லையே இல்லை சார், நம்மளை நான் ஃபாலோ பண்ணிட்டு இருக்கேன்ல, ஸோ உங்களை அப்படி தான் பிடிச்சேன். அப்புறம் அந்த லெகசிக்கு நான் டெஃபினெட்லி வி ஒர்க் ஹார்ட் ஃபார் தட். தே ஒர்க் ஹார்ட், இன்க்ளூடிங் மீ, எவ்ரிபடி ஒர்க் ஹார்ட். இல்லை அப்படி நம்ம நினைக்கிறது இல்லை. இப்போ யாராச்சும் வந்தாங்கன்னா, பிகாஸ் இவர் வந்து பேசும்போது அந்த மலையாள டென்ஸ் இருக்குது, தமிழ் அப்போ அதான். ஸோ யாராச்சும் வந்தாங்கன்னா நீங்கள் எந்த ஊர் எந்த லாங்குவேஜ் அந்த மாதிரிலாம் நம்ம கேட்கறது இல்லை சினிமாவில். எப்பவுமே எங்கேருந்து யார் வந்தாலும் தட்ஸ் ஓகே, அவ்வளோதான். அந்த மாதிரி பிரித்து அது இது பண்ணுறது இல்லை. அப்படி எப்பவுமே ஆமாம். இல்லை இல்லை, எனக்கு ஆக்சுவலாக ஹீரோவே ஆகக்கூடாதுன்னு இருந்தது முதல்ல. எங்கள் அப்பா தான் ஆகிட்டாரு. தென் வாட் ஃபர்ஸ்ட் 3-4 ஃபிலிம்ஸ் ஐ டோன்ட் நோ வாட் டு டூ ஒன்லி. ரொம்ப பிகாஸ் நான் கோயிலுக்கு பண்ணும்போது 3 days 4 days தான், திருப்பி வீட்டுக்கு வந்துடுவேன். அது ஹீரோவை பண்ணும்போது 10 days 15 days ஹோம் சிக் ஆகிடும். இப்படி நம்ம இப்படி ஆகிட்டோமே அப்படின்னு. மிஸ்ஸிங் மை மதர் ஃபாதர். சின்ன வயசில் வந்துட்டோம் இல்லையா, 19-20 as a hero. ஸோ இல்லை அந்த மாதிரி அவனுக்கு பட் ஆகிட்டு அப்புறம் 4th ஃபிலிம் எனக்கு ஓகே. Working with Mammootty sir is absolutely amazing, as you can imagine. I think many people out there dream to work with such amazing people, and that song was a super hit, and I was very, very thankful. First of all, I don't want to, I'm a lover, not a fighter. But I think that as actors, if you can work on different films that have different types of characters, of course, that's something that we all dream to do. So yes, I do. So my name is Vachu Sayeda, and I have a special appearance in this film, and I'm very excited for you all to see it. It's a big surprise. So you'll have to wait and watch. And it's a great song. We worked, I think it was 3 days on this song, and we had nothing but so much fun. We were in Bangkok shooting, and every single scene when you watch the song has something going on that's either funny or, if I can say, it's very, it's sexy, if I can say that, and it's also very glamorous, and I think that it's a song that everybody is going to love, and you're going to see it in every club or every function, so I hope you like it. So when I first found out that I was going to be working with Prabhu sir, first of all, I was jumping up and down. I was so happy. I was so excited. And then I got very scared about 30 seconds later, because I said I have to make sure that I have my A game, make sure I rehearse properly, and learn this song very well, because I'm dancing next to somebody which every actor dreams to dance next to. And being able to work with you and being able to be on this set with him was unbelievable. So it's definitely a feather in my cap for sure.
My experience with this project was amazing. It was too short, but I loved working on this. And you know, when you work on so many sets all the time, you get one set that is amazing. You have producers, the director, the people that you're working with, the actors, and everything just fits perfectly. And that's what this project was for me. Everything fit perfectly. Carefully, and with lots of love. Everything matters. Work matters, family matters, and you have to make sure that you adjust properly. I mean, we have learned around like 30 songs or dance numbers. So there are two kinds of views to this dance numbers. A certain amount of people say that this is an objectification of women, and there's another view that says that it is showing women in a big scale aesthetic. So the only person that uses that first part of your sentence is only the media, because every single person out there listens to the music of each of the films, and they love it. And thousands of people come out to watch maybe because of a song. We are now coming out of that generation, but there was a time where I remember people here in Kerala watching one of the songs, and they're dancing on the stage. Now you tell me that's not objectification, that's actually enjoying entertainment. And that is what we're here to do, is provide that entertainment. And I think that the only people saying the words that you just used is the media. So we have to stop using that, because we need to make sure that cinema is back on top again. To do that, everybody has to work together. And we all have to work together, otherwise we all will not have jobs, by the way. So as one unit, we have to work together to make sure that every film that comes out, we support them, we love them, we support the actors, the technicians, every single person. When you buy a ticket, it means so much to every single actor. So I want you to go out, and if that means that you're going to use those words to go buy a ticket, then go right ahead. It doesn't bother me. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം? ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, എന്നിട്ട് മലയാളത്തിൽ പറഞ്ഞു. അപ്പൊ മൊത്തം പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അല്ല, വേറെ ആരെങ്കിലും സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ അവർ ഹേർട്ട് ആവാത്ത രീതിയിൽ അവരുടെ പേഴ്സണൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി. Good, very good. Question rank, answer rank. It's not like that. Question வேற மாதிரி, answer வேற மாதிரி. Question இல்ல, இந்த question கிடையாது. அந்த answer எப்படி?
இந்த கொஸ்டினுக்கு தான் அந்த ஆன்சர் வரும். இந்த கொஸ்டின் நாங்களா அந்த ஆன்சர் எப்படி வரும்? இல்ல அந்த கொஸ்டின் அப்படி கேட்கல. எப்படி திருப்பி எனக்கு புரியுது எனக்கு எந்த இடத்துலட்டு. ஆக்சுவலாக கொஸ்டின் வேற, ஆன்சர் வேற மாதிரி அது. அதனால எப்படி அது ரீக்ரியேட் பண்றது தெரியல. மேபி இப்போ ராங் ஆயிடும். இப்போ நம்ம அப்படி நினைச்சு பேசினா வேற மாதிரி ஆயிடும். இல்லை எனக்கு இல்லை, எல்லாருக்கும் இருக்கணும். இட்ஸ் லைக் இப்போ நீங்கள் இவ்வளோ பேர் இருந்தால் நீங்கள் 2 பேர் மட்டும்தான் கேள்வி கேட்டுருக்கீங்களா, ஒரு கான்ஃபிடென்ட்டாக இருக்குல்ல, அது எல்லாருக்கும் இருக்கணும். அது நான் எனக்கு மட்டும் இல்லை, எல்லாருக்கும் அது செல்ஃப் கான்ஃபிடென்ட் உங்களுக்கு எப்படி அதே இருக்கணும். நம்மளை பிலீவ் பண்ணுறோம்ல நம்ம. இட் ஹேஸ் டு பி. மிஸ் பண்ண ஷூர். எல்லாமே இஸ் a wholesome entertainer இல்லையா? ஃபுல்லா டான்ஸ் பண்றாரு, ஃபைட் பண்றாரு, ஆக்ஷன் பண்றாரு, காமெடி பண்றாரு, ரொமான்ஸ். இஸ் a wholesome entertainer. That's why everybody loves it. Of course நம்ம மிஸ் பண்றோம். ஷுவர் ஷாட் மிஸ்ஸிங் பண்ணுவோம். இது இன்னொரு சொல்லுங்க. மின்சார கனவு. இவர்கிட்ட கேளு. நமக்கு அப்படிதான் பண்ணலாம் சார். പുള്ളിക്ക് മനസ്സിലായി എന്നോട് വന്ന് നമ്മളെപ്പോലുള്ളവർ തീരുമാനിക്കണം പുള്ളി ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. സോ ഈസ് പ്ലാനിങ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ മലയാള സിനിമകൾ കാണുന്ന ഒരു ആളാണ്. എല്ലാ സിനിമകളും എന്നിട്ട് എന്നോട് ചോദിക്കും സിനിമ അത് വേറെ ഏത് റിലീസ് OTT. സോ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാമിലി മൂവി പ്ലാനിലിരിക്കും. എനിക്കൊന്ന് അടുത്ത ഒരു വർഷം നിങ്ങൾ ഇതുവരെ കാണാത്ത പ്രഭുദേവയായിരിക്കും എനിക്ക് കാണാൻ പോകുന്നത്. പേട്ടറാപ്പിലല്ല, പേട്ടറാപ്പിൽ പഴയ പ്രഭുദേവ തന്നെയാണ് വരുന്നത്, വേറൊരു മോഡലാണ് ഉള്ളത്. പക്ഷേ അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന ഫാമിലി മൂവീസ് കുറച്ച് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഒക്കെ സെർച്ചിലിരിക്കും. ஆக்சுவலாக மின்சார கனவுல கண்டென்ட் என்ன கண்டென்ட் இது? லவ் தானே. அந்த லவ்வரை நான் எடுத்துட்டு போயிடுவேன். புரியுங்க. ஆன்சர் பெரிய படத்துக்கு நாட் ஒன்லி இது, பிக் மூவிக்கு இப்போ அது ஒரு ஸ்டைல் ஆயிடுச்சு. இவர் படம் இல்லை, எனி பிக் மூவி கம்ஸ் அது மாதிரி ட்ரோல் பண்ணிட்டு தான் இருக்கிறாங்க. பட் இட்ஸ் கோயிங் வெரி வெல். அவ்வளோதான். ட்ரோல் பண்ணி அப்படிதான் அது வந்து we worked, live it to audience. That's it. ശരിക്കും മാസ്റ്റർ വെച്ചിട്ട് നമ്മൾ സിനിമ അങ്ങനെ പ്ലാൻ ചെയ്തില്ല കേട്ടോ. വളരെ യാദൃശ്യമായിട്ടൊരു സ്ക്രിപ്റ്റ് കഴിഞ്ഞ എൻ്റെ മ്യൂസിയം എൻ്റെ കയ്യിൽ വന്നു. വളരെ യാദൃശ്യമാണ്. അത് വായിച്ചു നോക്കിയപ്പോൾ അത് ഫുൾ ഡാൻസ് പരിപാടിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരു സബ്ജക്റ്റ് എടുത്ത് വന്നത്. അപ്പം ഈ മലയാളത്തിൽ ഈ സബ്ജക്റ്റ് ചെയ്താൽ നമ്മൾ അതുപോലത്തെ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ആക്ടർ നമുക്ക് നമുക്ക് സെർച്ച് ചെയ്തെടുക്കണം. അത് എന്നെ പോലത്തെ ഒരു പുതിയ ഡയറക്ടർ ഭയങ്കര ടഫായിട്ട് വരും മലയാളത്തിൽ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് റൈറ്ററോട് ചോദിച്ചു, നമുക്ക് പുള്ളി തന്നെയാണ് ഞാനല്ല ചോദിച്ചു, പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് തമിഴിൽ ട്രൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ സ്ക്രിപ്റ്റ് ഒന്ന് റീവർക്ക് ചെയ്തപ്പോഴാണ് ഇത് ഫുള്ള് ഇദ്ദേഹത്തിൻ്റെ ഹെഡ് ടു ടോയാണ് സിനിമ. അത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾ കാരണം ഇദ്ദേഹത്തെ പോലത്തെ ഒരാൾക്ക് അത് പേട്ടറാപ്പ് ചെയ്യാൻ പറ്റില്ല വേറൊരാൾക്ക്. അത്രയും അങ്ങനത്തെ ഒരു മോഡാണ്. അപ്പോൾ അതുകൊണ്ട്
അതിൻ്റെ മേക്കിംഗ് ടൈം എനിക്കൊന്നും, ഞാനൊരു ആക്ഷൻ്റെ ഡയറക്ടർ മാത്രമായിരുന്നു. മാസ്റ്റർ അത്രയില്ല, അദ്ദേഹത്തെ പോലത്തെ അത്രയും വലിയ ടെക്നീഷ്യൻ വെച്ചിട്ട് എനിക്ക് ഒരു ജോലി ഇല്ലെന്ന് തന്നെ പറയാറുണ്ട്. കാരണം സ്ക്രിപ്റ്റിൽ അത്രയും പ്രിപ്പയർഡ് ആയിട്ട് സെറ്റിൽ വരത്തുള്ളൂ. പിന്നെ ഡാൻസ് ഉള്ള ദിവസം പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കും സെറ്റ്. പിൻ ഡ്രോപ്പ് ഇരിക്കുന്ന ആളല്ല. ഈ സമയത്തൊക്കെ ഫണ്ണും കോമഡിയൊക്കെ വരും. അന്നത്തെ ദിവസം നമ്മുടെ ക്യാമറമാനൊക്കെ ഒരു സൈഡിലൂടെ പോകുന്നതാണ് ഇങ്ങനെ. അന്നത്തെ ദിവസം വേറൊരു മൂഡിലാണ് മാസ്റ്റർ വരുന്നത്. എനിക്കൊന്ന് എന്നോട് മാത്രമേ അന്നത്തെ ദിവസം സംസാരിക്കുള്ളൂ. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആണ് അന്നത്തെ ദിവസം. അദ്ദേഹം അല്ല കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന വേറെ ആളുകളാണ്. ഇപ്പോൾ ഭൂതി മാസ്റ്റർ അല്ലെങ്കിൽ റോബർട്ട് മാസ്റ്റർ പോലെയാണ്. അവരുണ്ടെങ്കിൽ പോലും ആ സോങ്ങിന് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിൻ്റെ 100 അല്ല 200% പുള്ളി വർക്ക് ചെയ്യും. സീനുകൾ ചെയ്യുന്നതല്ല, സീനുകൾ ചെയ്യാൻ പുള്ളി ഈസിയാണ്. പക്ഷേ സോങ്സ് ഇപ്പോഴും ഒരു പുതിയ ഒരാൾ ചെയ്യുന്ന അതേ ഫീൽ തന്നെ അദ്ദേഹം ചെയ്യുന്നത്. സോ എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ ചാപ്റ്റർ ആയിരുന്നു. കാണുക, പഠിക്കുക. ഇദ്ദേഹത്തെ പോലത്തെ വലിയൊരു ടെക്നീഷ്യനോട് നിൽക്കുകയാണ്. അതിപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് പൂർണ്ണമായിട്ട് ഉത്തരം തരാൻ ഞാൻ പ്രാപ്തനായിട്ടില്ല. എന്നാൽ അത്രയും വലുതാകാത്ത ഒരു അവസ്ഥയുണ്ട്. വിനയം കൊണ്ട് പറയില്ല കേട്ടോ, കുറച്ചൊക്കെ വലുതാണ്. പക്ഷെ എനിക്ക് ഇദ്ദേഹത്തെ പോലത്തെ ഒരു ടെക്നീഷ്യൻ്റെ മുന്നിൽ ഒരുപാട് പഠിക്കാനുള്ള കിട്ടിയ അവസരമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിരുന്നേ ഉള്ളൂ സോങ്സ് ഷൂട്ടിംഗ് ടൈമിൽ. ജസ്റ്റ് മോണിറ്ററിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും. Nowadays, because of subtitles, I love to work. Now I like it. സാറിന്റെ റിയാക്ഷൻ സത്യം പറഞ്ഞാൽ മാസ്റ്റർക്ക് അതിനെ പറ്റിയൊന്നും ഈ ഡിസൈനോ അബൌട്ട് അങ്ങനെ തന്നെ പുള്ളി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാത്ത ഒരാളെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ പോലും ആവശ്യമില്ല. ഇതെല്ലാം നിയമത്തിൻ്റെയും കാര്യങ്ങളുടെ എല്ലാം പുറകെ നിൽക്കുന്നതാണ്. നമ്മളെപ്പോലത്തെ ഒരാളുകൾക്ക് അത് പറയാനുള്ള അതിനുള്ള അർഹതയില്ലെന്നല്ല. ഞാൻ വലിയൊരു ഒരുപാട് സീനിയേഴ്സ് ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ. അതിന് പോലീസുണ്ട്, സംവിധാനങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. സോ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മളെ പോലത്തെ ചെറിയ സിനിമക്കാർ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? That I don't know. അതിനെപ്പറ്റി I don't know how to address it. That's it. But I know about it, but I don't know how to address it. The media and that's it. Eduma? Dream role, huh? இல்ல அப்படி இந்த ஃபர்ஸ்ட்ல இருந்து எஃபோர்ட்ல ஃப்ரம் பிகினிங் டேஸ் ட்ரீம் ரோல் மாதிரி எதுவும் எனக்கு வந்ததில்லை. பட் வாட் எவர் ஐ டூ ஐ கிவ் மை 200%. அது மட்டும் வந்தது கரெக்டாக பண்ணணுன்றது அந்த இது இருக்கு எனக்கு. இல்லை அதுதான் அந்த டைரக்டர் பிலீவ் மீ. ஸோ ஐ தாட் கேன் ஐ டூ ஐ ஆஸ்ட் எஸ் யூ கேன் டூ இட் தென் ஐ வில் கோ தேர் அண்ட் சிட் அக்கார்டிங் டு டைரக்டர்ஸ் கன்வென்ஷன். ഷാജൻ ശരിക്കും ഹ്യൂമർ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അതൊരു ഹ്യൂമർ കൊമേഡിയൻ വില്ലനായിട്ടാണ് അത്. സാധാരണ തമിഴ് സിനിമകളിലൊക്കെയുള്ള നമ്മൾ തമിഴ് ആക്ടേഴ്സിനെ വെച്ച് ചെയ്യുന്ന ഒരു സാധനം ഞാനത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത അദ്ദേഹത്തിന്. ശരിക്കും അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട് സിനിമയിൽ. അധികം പീരിയോഡ് ചെയ്തിട്ടുണ്ട് ഷാജൻ ചേട്ടൻ. പുള്ളിക്കാരനെ തമിഴ് നന്നായിട്ട് അറിയാം. പുള്ളിക്ക് അതിനു മുമ്പ് പുള്ളി തമിഴ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു ബാരിയറെ ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് അറിയത്തില്ല, പുള്ളി നന്നായിട്ട് തമിഴ് കൈകാര്യം ചെയ്യും. എന്നേക്കാളൊക്കെ നന്നായിട്ട് സംസാരിക്കും. അതിൻ്റെ മീനിങ്ങുകളൊക്കെ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് ഈസിയായിരുന്നു. മ്യൂസിക്കൽ ഫാമിലി എന്റർടൈനർ പടം. പേരിൽ തന്നെയുള്ള പേട്ട റാപ്പ്, റാപ്പിനിൽ തന്നെ മ്യൂസിക് ഉണ്ട്. അപ്പോൾ പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ടിന് ഈ സിനിമയിലൊരു സാധ്യതയുണ്ട്. പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ട് വന്ന സിനിമയ്ക്ക് ഈ സിനിമയിലൊരു സ്പേസ് ഉണ്ട്. സോ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ അതൊരു മ്യൂസിക്കൽ എന്റർടൈനറായിട്ട് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ എന്താ പറയുക, ഇപ്പം മാസ്റ്റർ വെച്ചിട്ട് ഫസ്റ്റ് ചോയ്സ് കിട്ടുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാസ്റ്റർ ഡേറ്റ് തന്നത്. കാരണം മാസ്റ്റർ 2-3 പടങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് സ്പേസ് തന്നത്. ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ
പുള്ളിക്കാരൻ അതിൻ്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടാണ്. സോ നോർമലി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളോട് പോകുന്ന ഒരു ഫ്രഷ് കട്ട്സ് എഡിറ്റ് പാഡ്. എൻ്റെ എഡിറ്റർ നിഷാദ് യൂസഫാണ്, എനിക്ക് തല്ലുമാലയൊക്കെ ചെയ്ത ഇവിടുത്തെ എഡിറ്ററാണ്. അദ്ദേഹം അധികം പേരുടെ പടം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക്. പിന്നെ 2 മണിക്കൂറേ ഉള്ളൂ, വളരെ ഫാസ്റ്റായി പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ലാഗുകൾ ഡ്രാഗുകൾ ഒന്നും ഇല്ലാതെ പോകുന്ന ഫൺ ട്രാവൽ. മലയാളത്തിൽ നിന്ന് നമുക്ക് രാജീവ് പിള്ളയുണ്ട്, പിന്നെ റിയാസ് ഖാൻ ഉണ്ട്, പ്രമോദ് വെളിയനാടുണ്ട്. ഇത്രയും പേരുണ്ട്. മലയാളി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് നമ്മുടെ ആക്ടേഴ്സിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് അവരെയൊക്കെ മാക്സിമം ഞാൻ ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിന് ആക്ച്വലി ചലഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഡീമാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാ മെലോഡിയസ് ആയ സോങ്ങുകൾ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിന് ട്രാക്ക് ചേഞ്ചാണ് ഈ പടം. അതായത് നിങ്ങൾ എൻ്റെ മ്യൂസിക് കേട്ടാൽ സാർ, ഇമാൻ സാർ എനിക്ക് ഇതുപോലത്തെ മ്യൂസിക് ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല. അത്രയും ഹൈ റെസൊല്യൂഷനാണ് പുള്ളിയുടെ ഒരു ടോട്ടൽ കോമ്പോസിഷൻ വന്നിരിക്കുന്നത്. അപ്പം അതിന് എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ഔട്ട്പുട്ട് ഉണ്ട്. എനിക്ക് ലാസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് അയാൾ എൻ്റെ കൂടെ ഉണ്ട് സ്റ്റേ. കാരണം ഇപ്പോഴും എനിക്കൊന്ന് ഫസ്റ്റ് കോപ്പിയൊക്കെ ആയെങ്കിൽ പോലും എവറി ഡേ ചെറിയ ചെറിയ കറക്ഷൻസ് ചെയ്തിട്ട് എനിക്ക് അയച്ചിട്ട് കിട്ടുന്നുണ്ട്. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു ചെറിയ ജമ്മോ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്പാർക്ക് ലോസ് ആണെന്ന് വെച്ചിട്ടാണ്. പീറ്ററാപ്പ് എന്നുള്ള പേര് ശരിക്കും അതിന് ആപ്റ്റാണ്. കാരണം അത് ഞാൻ പറഞ്ഞു, മാസ്റ്റർ തന്നെ ചോദിച്ചത് എന്തുകൊണ്ട് തമിഴ്നാട്ടിലെ ആളുകൾക്ക് ഈ പേരിടാൻ തോന്നിയില്ല എന്ന് തോന്നിയില്ല. ഞാനിട്ടല്ലോ. എൻ്റെ ഒരു അസിസ്റ്റന്റ് പയ്യനുണ്ട്, നമ്മുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് തിരുത്താൻ വന്ന വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. അയാളാണ് ശരിക്കും ആ പേര് സജസ്റ്റ് ചെയ്തത്. അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അത് അയാളോട് എന്നും എന്നോട് നന്ദി പറയാറുണ്ട്. കാരണം വിഷ്ണു കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. വിഷ്ണു ആണ് ആ പേര് ഇത് സജസ്റ്റ് ചെയ്തത്. എല്ലാം ഞാൻ പറയത്തില്ല, നിങ്ങൾ പോണം. ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, ഞാൻ അവിടെ നിൽക്കട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. No, I don't think when they call, I will come. If it is a good character, I will come. Teach me and I will repeat you, but nothing naughty. എല്ലാവരും എല്ലാവർക്കും എൻ്റെ Sorry. And what? I love you. Yes, it's a universal language. Throat இருக்கா? ஆமாமா இருக்கு. டான்ஸ் பண்ணிருக்கேன். മാസ്റ്ററാവാ? ഇനി ചോദ്യം ചോദിക്കാത്ത ആരെങ്കിലും, പ്രത്യേകിച്ച് ലേഡീസ് ആരെങ്കിലും ചോദ്യം ചോദിക്കാൻ വേണ്ടിയുണ്ടോ? കിൽ 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 സൂപ്പർ. ராகவ் ചെയ്യാൻ ராகவ் നോ ഡാൻസർ. അതാണ് കേൾக்கிறீங்க. என்ன क्वेश्चन? Positive. Extraordinary. He was too good. Raghav was too good. Raghav Jayal, the cockroach. Huh? He's too good. அவரோட படம். பரவாயில்ல, it's okay. கேளு.
அந்த மாதிரி எனக்கு ஆசை இருக்கா? எனக்கும் ஆசை இருக்கு. அந்த படம் மோர் ஆஃப் எமோஷன். அந்த ஹீரோ வில்லன் அடிக்கும் போது நமக்கு கூட அந்த கோவம் வருது இல்லையா? இட்ஸ் மோர் தென் ஃபைட். த எமோஷன் ஒர்க். ஆஃப்கோர்ஸ் ஃபைட். அதனால அந்த ஃபைட்டும் பிடிச்சது. நம்ம அந்த வில்லன் அடிக்கும் போது நமக்கு கூட அடிக்கணும் போல இருக்கு. That was emotion was working so much. It's good. I would love to do it. Kartanar was just guest appearance it was, and I liked that director Rojin Thomas. He's too good, and the company was also a great company, production company. The director, I loved it. அவர் கூட நான் ஒர்க் பண்ணல, என் கூட நீங்க கொஞ்சம் தானே கேட்டீங்க, அவ்வளவுதான். വേറെ ചോദ്യങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചോദിക്കും. ചേട്ടാ, അതായത് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ സിനിമയെ പറ്റി വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ചോദിക്കുക. നേരത്തെ ഇവിടെ നിന്ന് ചോദിച്ച പോലെ പ്രഭുദേവ സാറ് നേരത്തെ മലയാള സിനിമകൾ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. മലയാള സിനിമകൾ കണ്ടതിൽ പ്രഭുദേവ സാറിന് ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്, അല്ലെങ്കിൽ OTT കണ്ടതിൽ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതാണെന്ന് അവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. எனக்கு இப்போ ரீசெண்டா லாஸ்டா பார்த்தது வந்து ஊர்வசி மேடமும் பார்வதி அவங்க பண்ணாங்க உள்ளூர் வயசாய். இட்ஸ் குட் மூவி, குட். They both were very good. ഓക്കെ, ഉള്ളെടുക്കാണ് സാറിന് ഇഷ്ടം. പിന്നെ വേറെ ഏതെങ്കിലും ചോദ്യം? സത്യം ഇരിക്കുമ്പോൾ ഒരു ധൈര്യം അത് ഇരുന്നോണ്ട് പറഞ്ഞാൽ നിൽക്കുമ്പോൾ ബാലൻസ് കുറച്ച് ആടും. എല്ലാവരും സിനിമയെ പറ്റി അത്യാവശ്യം നമ്മൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചിട്ടൊന്ന് മാർക്കറ്റ് ചെയ്യരുത്. കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്തോടൊന്ന് പറയാൻ. എനിക്ക് അങ്ങനെ ഒരുപാട് വലിയ ഗോഡ് ഫാദർ ഇല്ലെന്ന് തന്നെ പറയാം. എനിക്ക് ഈ ഒരു ഫാദർ മാത്രമേ ഉള്ളൂ ഗോഡ് ഫാദർ എന്ന് പറയാം. സോ നിങ്ങളുടെ ഈ എഴുത്തോ നിങ്ങളുടെ വീഡിയോ വഴി മാത്രമേ നമ്മുടെ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പം അത് മാക്സിമം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ഈ സമയത്ത് സഹകരണവും ഞാൻ നിങ്ങളുടെ എൻ്റെ ബോട്ടം ഇവിടുന്നാണ് ഹാർട്ടിൽ ഞാൻ ചോദിക്കുകയാണ്. അത് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പുതിയ സംവിധായകനായ എന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. തിയേറ്റർ നമ്മൾ 27th തിയേറ്റർ റിലീസ്. നമ്മൾ ചെന്നൈയിൽ ആക്ച്വലി അവിടെ അറിയാം വലിയ ടെറൈനാണ്. അവിടുത്തെ തിയേറ്റർ നമ്പേഴ്സ് നമ്മൾ പ്ലാൻ ആയിരുന്നു. ഇവിടെ എന്തായാലും ഒരു 120ക്ക് മേളിൽ നമ്മൾ തിയേറ്റർ റിലീസ് പ്ലാൻ ഉണ്ട്. പിന്നെ തമിഴ് സിനിമകളുടെ ഒരു നോർമൽ പോകുന്ന പാക്കേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു കുറവുള്ളത് എല്ലാ ഡിസ്ട്രിക്റ്റിലും എനിക്കൊന്ന് ഈവൻ വയനാട് മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് ലിസ്റ്റിൽ കുറവ് വരുന്നത്. ബാക്കി എല്ലായിടത്തും നമുക്കത് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ദയവേത് നല്ല വാർത്തകളായി എഴുതി ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. വന്നതിന് ഒരുപാട് സന്തോഷം. എല്ലാവരോടും ഒരിക്കൽ കൂടി ബ്ലൂ ഹിൽ ഫിലിംസിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും. താങ്ക് യു ഓൾ ദ മീഡിയ.